ഹായ് ഫ്രണ്ട്സ്, ബോഗൻവില്ല സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളെ ഇഷ്ടപ്പെടുന്ന മിക്കവാറും എല്ലാ ചെടിപ്രേമികളും ഈ ഒരു സീസണിൽ ധാരാളം ഹൈബ്രിഡ് ബോഗൻവില്ലകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹൈബ്രിഡ് ബോഗൻവില്ലകളായിരുന്നല്ലോ ഈ ഒരു സീസണിൽ ഏറ്റവും ട്രെൻഡിങ് ആയത്. ഇപ്പോൾ ഏകദേശം ബോഗൻവില്ലകളുടെ സീസൺ എല്ലാം കഴിഞ്ഞു തുടങ്ങി. ഇനി അങ്ങോട്ട് കടുത്ത മഴയാണ് വരാൻ പോകുന്നത്. ഈ കടുത്ത മഴയിൽ നിന്നും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിയ ഈ ഹൈബ്രിഡ് ബോഗൻവില്ലകളെ സംരക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അവയുടെ വേരെല്ലാം ചീഞ്ഞ് ഒരുപാട് അമിതമായി മഴ കൊണ്ടാൽ അവരുടെ വേരുകളെല്ലാം ചീഞ്ഞ് നശിച്ചു പോകാൻ, പ്ലാന്റ് മൊത്തമായിട്ട് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ എത്തും മുമ്പ് തന്നെ ഞാൻ എൻ്റെ ചെടികളെല്ലാം ഇതുപോലെ റെയിൻ ഷെൽട്ടറിലാക്കി മാറ്റിയിട്ടുണ്ട്. UV ഷീറ്റ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഈ റെയിൻ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവക്ക് ആവശ്യമായ സൺലൈറ്റ് കിട്ടുകയും ചെയ്യും, മഴ കൊള്ളുകയുമില്ല. അതുകൊണ്ട് പ്ലാന്റുകൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് മഴക്കാലം കഴിയുന്നത് വരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ പ്ലാന്റുകളെല്ലാം അത്യാവശ്യം വേനൽ മഴയെല്ലാം കൊണ്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ. നന്നായിട്ട് 1-2 ആഴ്ചകളായി നല്ല മഴയുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അതുകൊണ്ട് മഴയെല്ലാം കൊണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ റെയിൻ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ജൂൺ മാസം തുടങ്ങിയാൽ നിൽക്കാതെയുള്ള മഴ ആയിരിക്കും. അങ്ങനെയുള്ളൊരു മഴ കൊണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പോട്ടിൽ വെള്ളമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം നശിച്ച് പ്ലാന്റ് ചീഞ്ഞു പോവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഴ വരുന്നതിന് മുൻപ് തന്നെ ഈ പ്ലാന്റുകളെല്ലാം ഇങ്ങനെ റെയിൻ ഷെൽട്ടറിലേക്ക് മാറ്റിയത്. ഈ ഒരു ഭാഗത്തും ഞാൻ ഇങ്ങനെ റെയിൻ ഷെൽട്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തൊക്കെ ബോഗൻവില്ലകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെങ്ത്തിൽ ഇത്രയും ദൂരം ഞാൻ ബോഗൻവില്ലകൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അടുക്കിയാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് തണലുള്ള സ്ഥലത്തേക്ക് ഇൻഡോർ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിതിന് ഷീറ്റ് ഇപ്പോഴാണ് ഇട്ടിട്ടുള്ളത്. ഈ ഒരു സീസണിലേക്കാണ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ളത്. കഴിഞ്ഞൊരു സീസൺ ലാസ്റ്റ് ആയപ്പോൾ ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റുകളെല്ലാം മിക്കവതും റീപോർട്ടൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇനി റീപോർട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. മഴ കൊള്ളാതിരിക്കാൻ സെറ്റ് ചെയ്തിരിക്കും. ഇതുപോലെ ഈ CC പ്ലാന്റിനൊക്കെ ഒത്തിരി മഴ കൊണ്ടാൽ അതെല്ലാം ചീഞ്ഞു പോകും. അതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ഈ റെയിൻ ഷെൽട്ടറിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ ബോഗൻവില്ലകൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മളൊരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. നല്ല സോളാർ ഷീറ്റ് എന്ന് പറയുന്നൊരു ഷീറ്റ് നമ്മൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. വെള്ള നിറത്തിലുള്ള ടാർപോളിൻ ഷീറ്റാണത്. നല്ല വെളിച്ചം കിട്ടുന്ന ടൈപ്പിലുള്ള ഒരു ഷീറ്റ്. അത് നമ്മൾ വലിയൊരു ഷീറ്റ് വാങ്ങിയിട്ട് വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ താഴെയും നമ്മളിതുപോലെ ബോഗൻവില്ലകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്ലാന്റുകൾ അതുകൊണ്ട് അതിൻ്റെ താഴെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കവർ സൈസ് പ്ലാന്റുകളും നമ്മൾ ഈ ഒരു റെയിൻ ഷെൽട്ടറിൻ്റെ താഴെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവയ്ക്കൊന്നും മഴ കൊള്ളില്ല, നന്നായിട്ട് സൺലൈറ്റ് കിട്ടും. അതുപോലെ വീടിൻ്റെ വേറൊരു സൈഡിലും ഇതുപോലെ സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ നമ്മുടെ നല്ല വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇങ്ങനെ സൺഷെയ്ഡിൻ്റെ താഴെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തും ഇങ്ങനെ സെറ്റ് ചെയ്തു. നാടനായിട്ടുള്ള ബോഗൻവില്ലകളിലൊക്കെ നമ്മൾ നമ്മുടെ മഴയും വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. നാടൻ ബോഗൻവില്ലകളൊന്നും നമ്മൾ റെയിൻ ഷെൽട്ടറിൻ്റെ താഴേക്കും മഴ കൊള്ളാതെയൊന്നും എടുത്ത് വെക്കാറില്ല. അത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ വെക്കാറാണ്. മഴ കഴിഞ്ഞതിന് ശേഷം റീപോർട്ട് ചെയ്യേണ്ട പ്ലാന്റുകളെല്ലാം റീപോർട്ട് ചെയ്ത് പ്രൂൺ ചെയ്യേണ്ട പ്ലാന്റുകളെല്ലാം പ്രൂൺ ചെയ്താണ് നമ്മൾ സീസണിലേക്ക് സെറ്റ് ചെയ്യൽ. ഇനിയും ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാന്റുകളുടെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു വലിയൊരു റെയിൻ ഷെൽട്ടറും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ കവർ സൈസ് പ്ലാന്റുകളെല്ലാം നമ്മൾ ഒരു 2 മാസമൊക്കെ മുന്നേ റീപോർട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്ക് വലിയ ബുഷി പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർക്കായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റുകൾ ഇവിടെ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഷെൽട്ടറിൻ്റെ റൂഫ് ഞാൻ ഇതുപോലെ സോളാർ ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. UV ഷീറ്റല്ല, സോളാർ ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പ്ലാന്റുകൾ അതുകൊണ്ട് ഇതിൻ്റെ താഴെയും സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇവയെല്ലാം പ്രൂൺ ചെയ്യണം. ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. ഞാൻ ഈ റെയിനി സീസണിൽ ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്യാറില്ല. ഒന്ന് സോഫ്റ്റായിട്ടൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. ആവശ്യമായ കട്ടിങ്സൊക്കെ എടുക്കും. അതിന് ശേഷം മഴ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ കവർ സൈസ് പ്ലാന്റുകൾ അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ പ്ലാന്റുകൾ DTDC വഴി അയച്ചു തരുന്നതായിരിക്കും. ഒരു 30-ൽ കൂടുതൽ വെറൈറ്റി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. എല്ലാം വളരെ കുറച്ച് പ്ലാന്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ അവൈലബിൾ ആയിരിക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാന്റുകൾ വാങ്ങി ഇതുപോലെ മഴയൊന്നും കൊള്ളാതെ റീപോർട്ട് ചെയ്ത് വെച്ചാൽ അടുത്തൊരു സീസൺ ആകുമ്പോഴേക്കും നല്ല ബുഷിയായി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ആക്കിയെടുക്കാൻ കഴിയും. അടുത്തൊരു സീസൺ ആകുമ്പോഴത്തേക്കും നല്ല ബുഷിയായിട്ട് തന്നെ ഫ്ലവറോട് കൂടി നമുക്ക് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ആ പ്ലാന്റുകൾ ആവശ്യമുള്ളവരെല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്ലാന്റുകളൊക്കെ ഇതുപോലെ മഴ കൊള്ളാതെ റെയിൻ ഷെൽട്ടറിലേക്കോ അതുപോലെ സൺഷെയ്ഡിൻ്റെ താഴേക്കൊക്കെ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഓക്കെ, ബൈ ബൈ.